ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥികൾ തമ്മിലൊക്കെ ചില വാക്പോരുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ആ വാക്പോര് ഇടുക്കിയിൽ നിന്നുള്ളതാണ്. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ ചൊല്ലി ഇടുക്കിയിലെ LDF UDF സ്ഥാനാർത്ഥികൾ തമ്മിലാണ് വാക്പോര്. ഇടുക്കിയുടെ ശബ്ദം പാർലമെന്റിൽ ഉണ്ടായില്ല എന്നായിരുന്നു ജോയ്സ് ജോർജിന്റെ ആരോപണം. എന്നാൽ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടെന്ന് ഡീൻ കുര്യാക്കോസും പ്രതികരിച്ചു. ആ വോട്ടിങ്ങിൽ CAA-ക്കെതിരായി ഇടുക്കി വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിൽ അക്ഷന്തവ്യമായ ഗുരുതരമായ കൃത്യവിലോപമാണ് പാർലമെന്റ് അംഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസ നാടകങ്ങൾ നടത്തുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. പാർലമെന്റിൽ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ ഒരക്ഷരം മിണ്ടാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉപവാസ സമരവുമായി എത്തിയത് അപഹാസ്യമെന്നായിരുന്നു പരാമർശം. എന്നാൽ അന്തസ്സിന് നിരക്കാത്ത പരാമർശമാണെന്നും ബില്ലിനെ എതിർത്ത് പാർലമെന്റിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചു. ഞാൻ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പാർലമെന്ററി രേഖകൾ. കോൺഗ്രസും അന്നത്തെ ഐക്യ പുരോഗമന സഖ്യവും എടുത്ത ഒരു നിലപാടിനോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് ശക്തിയുക്തം പാർലമെന്റിൽ പടപുരുതിയ പ്രതിപക്ഷ MP-മാരോടൊപ്പം ഞാനുണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കളവ് പറഞ്ഞ് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇടുക്കിയിലെ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം പൗരത്വ നിയമ ഭേദഗതി ബില്ലിലെ രാഷ്ട്രീയ നിലപാടുകളും മുഖ്യ ചർച്ചയാക്കുകയാണ് മുന്നണികൾ. മീഡിയ 1 ഇടുക്കി.